ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഏറ്റവും അതിപ്രധാനമാകുന്ന ഒരു വിഷയം നിങ്ങളെ ഓർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് ദൈവവചനമാണ്. ദൈവം ഒരിക്കലും കള്ളം പറയുകയില്ല. തന്നെയല്ല, ഈ വാക്യം കർത്താവായ യേശുക്രിസ്തു ഡയറക്റ്റ് അപ്പോസ്തലനായ യോഹന്നാനോട് പറഞ്ഞ കാര്യമാണ് വെളിപ്പാടിൽ കൂടെ നാം വായിച്ചത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ അല്ലെങ്കിൽ നരകത്തിൽ തള്ളുമെന്നാണ് വായിക്കുന്നത്. നിരീശ്വരവാദികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ മനുഷ്യവിഭാഗങ്ങളും ഒരുപോലെ സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ പോകേണ്ട വഴി തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ പോകുന്ന പാത സ്വർഗത്തിലാണോ എൻഡ് ചെയ്യുന്നത് അതോ നരകത്തിലാണോ എൻഡ് ചെയ്യുന്നത് നാം തന്നെ ശോധന ചെയ്യേണ്ടതാണ്. ദൈവവചനം വ്യക്തമായി പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം. ആ പേരെഴുതിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും നരകത്തിലേ പോകത്തുള്ളൂ. ഈ ജീവന്റെ പുസ്തകം വെച്ചിരിക്കുന്നത് ഭൂമിയിലല്ല, റോമിലാണ് ഈ പുസ്തകം വെച്ചിരുന്നു എങ്കിൽ റോമൻ കത്തോലിക്കരുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പേരും അതിനകത്ത് കാണുമായിരുന്നു. കോട്ടയത്ത് ദേവലോകത്താണ് ഈ പുസ്തകം വെച്ചിരുന്നെങ്കിൽ ഓർത്തഡോക്സുകാരുടെ എല്ലാവരുടെയും പേര് അതിൽ കാണുമായിരുന്നു. ആലുവ തൃക്കുന്നത്ത് ആയിരുന്നു ഇത് വെച്ചിരുന്നതെങ്കിൽ പാത്രിയാർക്കീസ് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും പേര് അതിൽ കാണുമായിരുന്നു. തിരുവല്ല പൂലാത്തേരിലാണ് വെച്ചിരുന്നതെങ്കിൽ മർത്തോമാക്കാരുടെ എല്ലാവരുടെയും പേര് അതിനകത്ത് കാണുമായിരുന്നു. കുമ്പനാട്ടാണ് വെച്ചിരുന്നതെങ്കിൽ IPC-ക്കാരുടെ എല്ലാവരുടെയും പേര് അതിനകത്ത് കാണുമായിരുന്നു. പുനലൂരാണ് വെച്ചിരുന്നതെങ്കിൽ AG-ക്കാരുടെ എല്ലാവരുടെയും പേര് അതിൽ കാണുമായിരുന്നു. മുളക്കടയാണ് വെച്ചിരുന്നതെങ്കിൽ ചർച്ചക്കോടുകാരുടെ മുഴുവൻ പേരും അതിനകത്ത് കാണുമായിരുന്നു. തിരുവല്ലയിലാണ് വെച്ചിരുന്നതെങ്കിൽ ഷാരോൺകാരുടെ മുഴുവൻ പേരും അതിനകത്ത് കാണുമായിരുന്നു. ചിങ്ങവനത്താണ് വെച്ചിരുന്നതെങ്കിൽ ന്യൂ ഇന്ത്യ ചർച്ചിലെ എല്ലാ അംഗങ്ങളുടെയും പേര് അതിൽ കാണുമായിരുന്നു. കല്ലുമലയിലാണ് വെച്ചിരുന്നതെങ്കിൽ കല്ലുമല വിശ്വാസികളായിരിക്കുന്ന എല്ലാവരുടെയും പേര് അതിൽ കാണുമായിരുന്നു. ശ്രീലങ്കയിലായിരുന്നു വെച്ചിരുന്നതെങ്കിൽ സിലോൺ പെന്തക്കോസ്തുകാരുടെ മുഴുവൻ പേരും അവിടെ കണ്ടേനെ. എന്നാൽ ഈ പുസ്തകം ഭൂമിയിൽ ഒരു സ്ഥലത്തുമല്ല വെച്ചിരിക്കുന്നത്. ഈ പുസ്തകം വെച്ചിരിക്കുന്നത് സ്വർഗത്തിലാണെന്നുള്ള വിവരം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പുസ്തകം സ്വർഗത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പേരെഴുതുന്നത് മനുഷ്യരാരുമല്ല. ദൈവം പറയാ, വീവരം ജോർജ് കുട്ടി, നിന്നെ ഞാൻ ഈ പുസ്തകത്തിൽ പേരെഴുതുവാനായി ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദൈവമാണ് പറഞ്ഞെങ്കിലും ആദ്യമേ ഞാൻ എഴുതുന്നത് എൻ്റെ ഭാര്യ കുഞ്ഞുമോടെ പേരായിരുന്നു. അത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ബ്ലെസ്സി കുടുംബം, പ്രൈസി കുടുംബം, സ്റ്റാൻലി കുടുംബം, അവരുടെ പേരുകളൊക്കെ ഞാൻ എഴുതുമായിരുന്നു. പിന്നെ എൻ്റെ സഹോദരന്മാർ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികളുടെയൊക്കെ ആദ്യം എഴുതുമായിരുന്നു. മനുഷ്യനെയാണ് ഏൽപ്പിച്ചതെങ്കിൽ മനുഷ്യൻ പക്ഷപാതത്തോടുകൂടെ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. എന്നാൽ അതുകൊണ്ട് ദൈവം മനുഷ്യരെ ആരെയും ഏൽപ്പിക്കാഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് പേരെഴുതുന്ന ദൈവമാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 87-ാം സങ്കീർത്തനം 5ഉം 6ഉം വാക്യം വായിക്കുമ്പോൾ യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. അപ്പോൾ വംശങ്ങളെ എഴുതുന്നത് യഹോവയായ ദൈവമാണെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഒരിക്കൽ ഇസ്രായേൽ ജനത്തെ ശിക്ഷിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ പഴയ നിയമത്തിന് മധ്യസ്ഥനാകുന്ന മോശ ഇടയ്ക്ക് കയറി നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ ആ ജനത്തെ അങ്ങനെ ശിക്ഷിക്കരുത്. അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-33 വാക്യങ്ങൾ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ.
എത്രയോ വ്യക്തമായി മോശ പറയുന്നു, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. പുസ്തകത്തിൽ പേരെഴുതുന്നത് ദൈവമാണെന്ന് തീർച്ചയായും കാണാം. മനുഷ്യനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ കൈക്കൂലിയുടെ ബഹളമായിരുന്നു. ഏതൊരു മനുഷ്യനും ഈ പുസ്തകത്തിൽ കയറിപ്പറ്റുവാൻ വേണ്ടുവോളം പൈസ നേതാക്കന്മാർ മേടിക്കുമായിരുന്നു. പ്രസ്ഥാനങ്ങൾ വളരുമായിരുന്നു. അതിനൊന്നും ദൈവം ഇടയാക്കിയിട്ടില്ല. പേരെഴുതുവാൻ അവരെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എപ്പോഴാണ് പേരെഴുതുന്നത്? നമ്മൾ ജനിക്കുമ്പോഴാണ്. നമുക്കറിയാം, ഭൂമിയിൽ ജനന മരണ രജിസ്റ്റർ ആഫീസിൽ പേര് കൊടുക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ്. ഇതുപോലെ ആത്മീയത്തിൽ ഒരു ജനനം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ ജനനത്തിൻ്റെ പേരാണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞത്. ഈ കാര്യം കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ യഹൂദരുടെ ഒരു ഉപദേഷ്ടാവായിരുന്ന നിക്കോദിമോസിനോട് സംസാരിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ഒരു പുതിയ ജനനം, അതിനെ വീണ്ടും ജനനം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനത്തിൽ കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ 1 പത്രോസ് 1:23 താൻ പറയുമ്പോൾ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ഒരാളിൽ പാപബോധം ഉണ്ടായി ആ പാപത്തെ അവൻ ഏറ്റുപറഞ്ഞ് അവനിലൊരു വലിയ രൂപാന്തരം നടക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും യാക്കോബ് അപ്പോസ്തലനും പറയുന്നു, യാക്കോബ് 1:18, സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചനമാണ് നമ്മിൽ ക്രിയ ചെയ്യുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 1 കൊരിന്ത്യർ 4:15, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മിലൊരു രൂപാന്തരം ഉണ്ടായി നമ്മുടെ ഹൃദയത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന അനുഭവത്തിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് സിമ്പിളായിട്ട് തെളിയിക്കാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു, വിജയപുരം വന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ചായ തരാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ചായ എല്ലാം റെഡിയായി ഞാനിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു കോളാമ്പിക്കകത്ത് ഒരു ഗ്ലാസ് ചായ ആ വീട്ടിലെ സഹോദരി കൊണ്ടു തന്നു. ഞാൻ നോക്കിയപ്പോൾ കോളാമ്പിക്കകത്ത് ആ ചായ കൊണ്ടു തന്നത്. എന്നിട്ട് അതിനോട് പറഞ്ഞു, പാസ്റ്റർ ഇത് തുപ്പിയതൊന്നുമല്ല, ഇന്ന് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ, പുതിയ കോളാമ്പിയ. അവരെന്തോ പറഞ്ഞാലും ആ കോളാമ്പിക്കകത്ത് ഞാൻ ചായ കുടിക്കത്തില്ല. ഉടനെ അവർക്ക് എന്നോട് ദേഷ്യം തോന്നി. ഒരു മൂശാരിയെ വിളിച്ചുകൊണ്ട് വന്നു. ആ കോളാമ്പി അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ അത് പൊട്ടിച്ച് തീയിലിട്ട് ഉരുക്കി ആ ഓട് കൊണ്ട് ഒരു ഓട്ട് ഗ്ലാസ് ഉണ്ടാക്കി. ആ ഓട്ട് ഗ്ലാസ്സിൽ ചായ തന്നപ്പോൾ ഞാൻ ഡീസൻ്റായിട്ട് കുടിച്ചു. സാധനം ഓട് തന്നെ. പണ്ട് അപമാനപാത്രം, ഇപ്പോൾ മാനപാത്രമായ ഓട്ട് ഗ്ലാസ് ആയിത്തീർന്നു. ഇതുപോലെ നമ്മിൽ നടക്കുന്ന രൂപാന്തരത്തിൻ്റെ പേരാണ് വീണ്ടും ജനിക്കും. വീണ്ടും ജനിക്കുമ്പോഴാണ് നമ്മുടെ പേര് യഹോവയായ ദൈവം ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. ഇന്ന് പള്ളിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാവരും ജീവപുസ്തകത്തിൽ വേണമെന്നില്ല. അതേത് സഭയായാലും പള്ളിയിലെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സഭകളിലെ മെമ്പർഷിപ്പിലുള്ള എല്ലാവരും ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാകണമെന്നില്ല. അവരവർ തന്നെ പരിശോധന ചെയ്യുക. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? എനിക്കൊരു വീണ്ടും ജനനം നടത്തിയിട്ടുണ്ടോ? ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? യേശുവിനെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന സ്വയം പരിശോധന ചെയ്ത് സമയം മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു വരിക. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.